गुरवे सर्वलोकानां भिषजे भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः। शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवं। भूतनाथ सदानन्द सर्वभूतदयापरा रक्ष रक्ष महाबाहो शास्त्रे तुभ्यं नमो नमः। ॐ सर्वमङ्गलमङ्गले शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तुते। ॐ गणपतये नमः। ॐ सरस्वत्यै नमः। എല്ലാവർക്കും നമസ്കാരം. ഒരു പ്രഭാഷണം എന്ന് പറയുമ്പോൾ എത്രയോ ജന്മങ്ങളുടെ പുണ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരിക. അതിൽ ഒരു കുടുംബക്ഷേത്രം ഉണ്ട് എന്നുള്ളതിൽ നിങ്ങൾക്ക് ശരിക്കും അഭിമാനിക്കാം. കാരണം എന്താണ് കുടുംബം? കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. കൂടുമ്പോൾ ഇപ്പോൾ തീരം ഇമ്പമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പല കുടുംബങ്ങളിലും. അങ്ങനെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും കുടുംബങ്ങളെ ചേർത്ത് ഇങ്ങനെ ഒരു സർവൈശ്വര്യ പൂജ കഴിക്കുക, അത് മഹാഭാഗ്യം. സാധാരണ ക്ഷേത്ര സങ്കേതങ്ങളിൽ പോലും കുട്ടികളെ വിളിച്ചാൽ കിട്ടാത്തൊരു കാലഘട്ടം. ചില സ്ഥലങ്ങളിൽ കിട്ടും. ഒരു കുടുംബത്തിലെ അംഗങ്ങൾ മാത്രം ആ ക്ഷേത്രമുറ്റത്ത് നിറയെ ഇരുന്ന് ആ പൂക്കൾ അങ്ങനെ എടുത്ത് എങ്ങനെയാ അർച്ചന, അത് അർച്ചന തുടങ്ങുന്നതിന് മുമ്പ് ആചാര്യസ്ഥാനത്ത് ഇരിക്കുന്നവർ അതിനെക്കുറിച്ചൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അതിൻ്റെ ചെറിയ ചെറിയ കുറവുകൾ കണ്ടു, അത് പറഞ്ഞാലേ എനിക്കറിയൂ, അതുകൊണ്ട് പറയുന്ന. പൂ എടുക്കുന്നതിന് മുമ്പ് ആ വിളക്കിൽ വെച്ചിരിക്കുന്ന നിലവിളക്ക് ശ്രീ ഭഗവതിയാണ് എന്ന സങ്കല്പത്തിൽ തുടങ്ങണം. അപ്പോൾ അതിന് മുന്നിലിരിക്കുന്ന കുട്ടിക്ക് അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തൊരു ഭാവം ഉണ്ടാവും? ഞാൻ ഭഗവതിയുടെ പാതാരബിന്ദങ്ങളിലാണ്. വിളക്കിൻ്റെ പാദങ്ങൾ ശ്രീ ഭഗവതിയുടെ പാദങ്ങളാണ്. ഈ വിളക്കിൻ്റെ നാരായത്തിലൊരു ചന്ദനം തൊടിയിക്കും ഇതിനു മുമ്പ്. എന്നിട്ട് അതിൽ ചന്ദനത്തിന് മുകളിൽ ഭസ്മം ചാർത്തും ശിവസഹസ്രനാമത്തിന്. ചന്ദനത്തിനുള്ളിൽ ഒരു തുളസിപ്പൂ വയ്ക്കും, അത് വിഷ്ണു സഹസ്രനാമത്തിന്. ചന്ദനം ചാർത്തിച്ചിട്ട് ആ നാരായണത്തിന് മുകളിൽ കുങ്കുമം തൊടിയിച്ച അത് ശ്രീ ഭഗവതിയായി എന്നാ പറയുക. ആ ശ്രീ ഭഗവതിയാകുന്ന വിളക്കിൻ്റെ പാദങ്ങളിലേക്ക് വലത്തെ കൈകൊണ്ട് പൂക്കളെടുത്ത് നമ്മുടെ ഈ ഹൃദയ പത്മത്തിൽ അങ്ങനെ ചേർത്ത് വെക്കുക. എല്ലാം എവിടെ ഇരിക്കണേ? നമ്മുടെ ഉള്ളിൽ തന്നെയാ ഭഗവതി. ആ ജീവാത്മാവാകുന്ന ശ്രീ ഭഗവതിയെ പരമാത്മാവാകുന്ന ഭദ്രയുടെ കാൽപാദങ്ങളിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. എങ്ങനെയാ പൂക്കൾ സമർപ്പിക്കേണ്ടത്? അങ്ങനെ വലിച്ചെറിയരുത്. ആദരപൂർവ്വം എടുത്ത് തിരുമേനി എങ്ങനെയാ തളികയെന്ന് പൂവെടുത്തിട്ട് ഇങ്ങനെ കൈ മലർത്തി എത്ര ബഹുമാനത്തോടു കൂടി അർച്ചിക്കുക. ഇത് വലിച്ചെറിയൽ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്തു എന്നല്ല കേട്ടോ പറയണേ, മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ കഴിയുന്നതും കുട്ടികളൊക്കെ കുറച്ച് സമയം ദിവസേന ചമ്മണം പടിഞ്ഞിരുന്ന് നാമം ജപിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഇരിക്കുന്നത് വലിയ ഒരു ആസനം ആണ്. ശ്രീ ഭഗവതി ഇരിക്കുന്ന കണ്ടില്ലേ? തിരുമേനി എങ്ങനെ പൂജിക്കാതിരിക്കുക? പണ്ടൊക്കെ വീടുകളിൽ വൈകുന്നേരം സന്ധ്യാനാമം ചൊല്ലിക്കും. അപ്പോൾ ചമ്മണം പടിഞ്ഞിരിക്കും. ഭക്ഷണം കഴിക്കാൻ പലകെട്ടിരിക്കും, പന്തിപ്പുലായിലിരിക്കും, ചമ്മണം പടിഞ്ഞിരിക്കും. ഇപ്പോൾ അതിനൊക്കെ വയ്യാതെ ഈ അസുഖങ്ങളും കൂടി. അപ്പോൾ ചമ്മണം പടിഞ്ഞിരുന്ന് നാമം ജപിക്കാൻ ശീലിച്ചാൽ നമുക്ക് അർച്ചന ചെയ്യാൻ കഴിയും. പിന്നെ തുടക്കത്തിലും അവസാനത്തിലും ഒക്കെ നിങ്ങൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. അവസാനത്തിൽ നിങ്ങൾ ഓം ശ്രീ ലളിതാംബികായേ നമ എന്ന് സമർപ്പിക്കുമ്പോൾ 2 കുടന്നകളിൽ പൂക്കളങ്ങനെ എടുത്ത് നമ്മളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഒന്നിച്ച് നിങ്ങൾ ഓങ്കാരം മുഴക്കി അത് അർച്ചന നടത്തണം. എന്നിട്ടാ പിന്നെ എന്താ ക്ഷമാ പ്രാർത്ഥനയൊക്കെ. എങ്ങനെ ചെയ്താലും അമ്മ കരുണാമയിയാണ്. അത് നിങ്ങളെ അനുഗ്രഹിക്കാതിരിക്കില്ല. അതിൻ്റെ പുണ്യം ഐശ്വര്യം ഈ കുടുംബത്തിൽ എന്തായാലും വരും.
അറിഞ്ഞ് ആരാധിക്കുക. ചെയ്യുമ്പോൾ എപ്പോഴാണെങ്കിലും നമുക്ക് തെറ്റുകൾ വരും. മനുഷ്യരാ, ദേവന്മാരൊന്നും അല്ലല്ലോ. പക്ഷെ അതിനെക്കുറിച്ച് അറിവ് കിട്ടിയാൽ പിന്നീട് നമ്മളത് ശ്രദ്ധിക്കും. അതിനുവേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ വിഷയം കുടുംബം. എന്താണ് കുടുംബം? കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. എല്ലാവരും കൂടുമ്പോൾ നമുക്ക് നല്ല സന്തോഷം. അപ്പം ഇന്ന് കുടുംബക്ഷേത്രത്തിൽ ആരാധന, നമ്മുടെ പ്രതിഷ്ഠാ ദിനമാണ്, പൂജ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സംഗമിക്കുമ്പോൾ നമ്മളുടെ ചോരയിലുള്ളവരെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം. അതുതന്നെയാണ് എന്ത്? മലയിൽ ഭഗവതിക്ക് ഉത്സവം. എന്താ ഉത്സവം എന്ന് പറഞ്ഞാൽ പതഞ്ഞു പൊങ്ങുന്നതാണ് ഉത്സവം. എന്താ പതഞ്ഞു പൊങ്ങണേ? ഈശ്വര ചൈതന്യം, ആ ദേവി ചൈതന്യം ശ്രീലകത്തിൽ നിന്നും പതഞ്ഞ് പൊങ്ങി ആ മതിൽക്കെട്ടിനപ്പുറം എത്ര കുടുംബങ്ങൾ നിങ്ങൾക്കുണ്ടോ ആ കുടുംബങ്ങളിലേക്കെല്ലാം ആ ചൈതന്യം വഴിഞ്ഞൊഴുകി വരും. അതാണ് ഉത്സവം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ഉത്സവയിലെ തിരു ഉത്സവം നടത്തുകയാണ്. നമ്മുടെ മനസ്സിലും ഈ ഒരു പതഞ്ഞു പൊങ്ങലുണ്ടാവും. അമ്മമാരെന്താ വിചാരിക്കുക? എൻ്റെ കുട്ടികളെല്ലാവരും വരും. അമ്മയ്ക്ക് ഏറ്റവും വലുതെന്താ? മക്കളെ കാണുന്നത് തന്നെയാണ്. അച്ഛനും സന്തോഷം, കുട്ടികൾക്കും നേരെ കുട്ടികൾക്കും സന്തോഷം, എങ്ങും സന്തോഷം മാത്രം. ഒരു പോസിറ്റീവ് എനർജി. കുട്ടികൾക്ക് എന്താ സന്തോഷം? ഒന്നാമത് അവർക്കൊന്ന് സ്കൂളിൽ പോകണ്ട അല്ലേ, വർക്കിംഗ് ഡേ, അതാണ് അവരെ സംബന്ധിച്ച് സന്തോഷം. രണ്ടാമത് നമ്മളുടെ കൂട്ടുകാരെയൊക്കെ, കുടുംബത്തിലുള്ള എല്ലാ കുട്ടികളും ഒത്തുകൂടുക. പണ്ടൊക്കെ വിരുന്ന് പോകും സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ ആ സിസ്റ്റമൊക്കെ മാറിപ്പോയി. കളി എന്ന് പറയുന്ന സംഭവം ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ വളരെ നല്ലതാണ്. ഇനി എന്തിനു വേണ്ടിയാണ് ഒരു കുടുംബക്ഷേത്രം? ആരെയാണ് നാം ആദ്യം ആരാധിക്കേണ്ടത്? എത്രയോ ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റുപാടും ഉണ്ട്. ഒരുപാട് ദേശങ്ങൾ ചേർന്ന് ഒരു തട്ടകത്ത് അമ്മ ഉണ്ടായിരിക്കും അല്ലേ, എൻ്റെ തട്ടകം അതാണെന്ന് പറയും. അതിനോടനുബന്ധിച്ച് ശിവക്ഷേത്രം ഉണ്ടായിരിക്കും, വിഷ്ണു ക്ഷേത്രം ഉണ്ടാവും, ദുർഗാക്ഷേത്രം ഉണ്ടാവും അല്ലേ, ഗുരുവായൂരുണ്ട്, കാടാമ്പുഴയുണ്ട്, പലയിടത്തും നമ്മൾ പോവാറുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം ആരോടാ പ്രാർത്ഥിക്കേണ്ടത്? നമുക്ക് ജന്മം കിട്ടാൻ കാരണമായ നമ്മുടെ കുലദൈവങ്ങളോട്. അതെന്താ അങ്ങനെ പറഞ്ഞ്? നമ്മളുടെ ദൈവകാരണവന്മാർ എന്ന് പറയില്ലേ മുത്തശ്ശി? നമുക്ക് വീട്ടാൻ കഴിയാത്ത 3 കടങ്ങളുണ്ട്. ഒന്നാമത്തെ കടം എന്ന് പറഞ്ഞാൽ അത് പേരൻസ്, രക്ഷിതാക്കളോടുള്ള കട. അപ്പോൾ അച്ഛനും അമ്മയും ദേഷ്യപ്പെടുമ്പോൾ ചില മക്കള് പലതും എടുത്ത് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു പോയി എന്നൊക്കെ എന്നോട് പറയാറുണ്ട്. പക്ഷേ നമുക്ക് ജന്മം, ഈ ശരീരം തന്ന അച്ഛനോടും അമ്മയോടും ഉള്ള ആ ഒരു കടം ഒരിക്കലും ഒരു വ്യക്തിക്കും വീട്ടാൻ കഴിയില്ല. ആ പാരൻസിന്, രക്ഷിതാക്കൾക്ക് വീണ്ടും പൂർവ്വപിതാക്കന്മാരുണ്ടായിരിക്കും. അങ്ങനെ നമുക്ക് ഒരുപാട് പരമ്പരകളുണ്ട്. മുത്തച്ഛനെ ചോദിച്ചാൽ നമുക്കറിയില്ല, പക്ഷെ അതുണ്ടായിരുന്നു എങ്കിലേ നമ്മൾ ഉണ്ടാവും. എന്തിനാ നമുക്ക് അവരോടൊരു ബന്ധം അല്ലെങ്കിൽ കടം വെച്ച് പുലർത്തേണ്ടത്? ഈ ശരീരം എടുത്ത് ഇവിടെ ഇങ്ങനെ ഒരു ജന്മം കിട്ടി, മനുഷ്യനായി ഒരു കുടുംബത്തിൽ നമ്മളെ നോക്കി വളർത്തി പരിപാലിച്ച് ഇത്രയും പോരിച്ചത് ആരാ? നമ്മുടെ രക്ഷിതാക്കളാണ്. അതുകൊണ്ടാണ് ആ കടം വീട്ടാൻ കഴിയില്ല പറയുന്നത്. ഇന്ന് ഓരോ വൃദ്ധസദനങ്ങളിലും നോക്കൂ, ഹൈന്ദവൻ്റെ അച്ഛനമ്മമാരാണ് വൃദ്ധസദനത്തിൽ. തവനൂർ ഞാൻ കുട്ടികളായിട്ട് സ്കൂളിൽ നിന്ന് പോയിരുന്നു. 1 or 2 ആണ് മറ്റു മതസ്ഥരെ കണ്ടത്. ഭൂരിഭാഗം പേരും ഹൈന്ദവരാ. ഹൈന്ദവൻ ഒരിക്കലും ഒരു ആത്മീയമായ ക്ലാസ് കൊടുക്കുന്നില്ല കുട്ടികൾക്ക്. ഇപ്പം എത്ര വർഷമായി നിങ്ങൾ ഇവിടെ പൂജ നടത്തുന്നു എന്നറിയില്ല. ഇങ്ങനെ ഒരു പ്രഭാഷണം അല്ലെങ്കിൽ അറിവ് നൽകി കഴിയുമ്പോഴാണ് കുട്ടിക്ക് മനസ്സിലാവുക, എൻ്റെ അച്ഛനോടും അമ്മയോടും ഉള്ള ആ ഒരു കടം എനിക്ക് വീട്ടാനാവില്ല. രണ്ടാമത് നമുക്ക് വീട്ടാനാവാത്ത കടം എന്ന് പറയുന്നത് ഭഗവാനോട് അല്ലെങ്കിൽ ഈ ശ്രീലകത്തിരിക്കുന്ന ദേവതയോട്. അത് ഭഗവാനാവാം, ഭഗവതിയാകാം, എല്ലാം ഒന്നാം. ഇവിടെ അമ്മയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് ദൈവത്തിനോടുള്ള കടം വീട്ടാനാവില്ല? ഈ അച്ഛനും അമ്മയും വിചാരിച്ചാൽ നമുക്കിവിടെ ജന്മം കിട്ടില്ല. എത്രയോ വ്യക്തികൾ വിളിക്കും, ടീച്ചറെ ഇത്ര വർഷമായിട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുണ്ടായില്ല. നമ്മൾ വിചാരിച്ചാൽ ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെ അവസാനിപ്പിക്കാനോ കഴിയില്ല.
ചെയ്യുന്ന അമ്മമാരുണ്ട്, പക്ഷെ അതിന് നമുക്ക് അർഹതയില്ല. ജീവൻ കൊടുക്കാൻ കഴിവുള്ളവൻ മാത്രമേ ജീവൻ എടുക്കാവൂന്ന, നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. അത് ഭഗവത് കൃപ മാത്രം ഉണ്ടെങ്കിലേ സാധിക്കൂ. ആ സ്ഥിതിക്ക് ദൈവാനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് അച്ഛൻ്റെയും അമ്മയുടെയും വയറ്റിൽ ഒരു കുഞ്ഞായി നമ്മൾ ജനിച്ചത്. അതുകൊണ്ട് ആ ശക്തിയോട് ഉള്ള കടമ ഒരിക്കലും നമുക്ക് കടം വീട്ടാനാവില്ല. ഇനി ഇതിനും അപ്പുറം നമുക്ക് ഒരു കടം കൂടി ഉണ്ട്. അതാരോടാ? ഋഷീശ്വരന്മാരോട്. ഇപ്പം അവിടെ ഇരുന്നിട്ട് നിങ്ങൾ ലളിതാ സഹസ്രനാമം അങ്ങനെ ജപിച്ച് അർച്ചിച്ചില്ലേ, അതൊരു മന്ത്രമാല. ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരേ എന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും അവിടെ വന്നിരുന്ന് ലളിതാ സഹസ്രനാമം അങ്ങനെ ചൊല്ലി അർച്ചിക്കുമ്പോൾ ശ്രീ ഭഗവതി ഒന്ന് കണ്ണു തുറന്നു നോക്കൂ അത്രേ. ആ ഒരു ഈക്ഷ നോട്ടം മതി നമുക്ക് അനുഗ്രഹം കിട്ടാൻ. കഴിഞ്ഞ വർഷത്തേക്കാൾ കേമാക്കാൻ ഈ വർഷം, ഇതിനേക്കാൾ കേമാക്കാൻ നിങ്ങൾക്ക് അടുത്ത വർഷം കഴിയും. അതിനാ അനുഗ്രഹം നമ്മളറിയാതെ നമ്മുടെ മേൽ വന്നുകൊണ്ടിരിക്കും. ഋഷീശ്വരന്മാരെ എങ്ങനെയാണ് ഇതിനോട് ബന്ധപ്പെട്ടിരിക്കണേ? ഇപ്പോൾ ഒരു കുടുംബക്ഷേത്രം ഉണ്ട്, അവിടെ പൂജാതി കർമ്മങ്ങൾ നടത്തണം. തിരുമേനി എവിടുന്നാ പൂജ പഠിക്കുക? വേദപുസ്തകങ്ങളിൽ നിന്നാ. 4 വയസ്സിൽ ഉപനയനം കഴിഞ്ഞാൽ വേദമന്ത്രങ്ങൾ കുട്ടികളെ പഠിപ്പിക്കും ബ്രാഹ്മണര്. അതിൽ യജുർവേദത്തിലാണ് മന്ത്രങ്ങളെ, പൂജാതി മന്ത്രങ്ങൾ ഉള്ളത്. അവിടെ ചെന്ന് നമ്മൾ തൊഴുതങ്ങനെ നിൽക്കില്ലേ, പ്രദക്ഷിണമൊക്കെ വെച്ചിട്ട് അഹം ബ്രഹ്മാസ്മി എന്ന ആ വേദമന്ത്രത്തോട്